ഇവിടെ അഖില് പാതിരാത്രി ഐസ് മൂടിയ ഒരു പുഴയുടെ മുകളിലൂടെ നടന്നുപോയി കാര്യം എന്തോ ഒപ്പിക്കാനായിരുന്നു. നടുക്ക് പോയി കുത്തിയിരുന്നിട്ട് അവിടെ കുത്തിയ ഒരു വിള്ളലുണ്ടാക്കി. സംഭവം എന്താന്ന് വെച്ചാല് അവന്റെ ഡാഡിയുടെ സ്വത്ത് മുഴുവൻ ഡാഡി തട്ടിപ്പോകുന്നതിന്റെ മുന്നേ ഡാഡിയുടെ പട്ടിയുടെ പേരിൽ എഴുതി വെച്ചേക്കുമായിരുന്നു. ഇവനാണെങ്കിലോ അവരുടെ അവിഹിതത്തിലുണ്ടായ മോനും. ആ പട്ടിയുടെ മോനെ തട്ടിയിട്ട് വേണം അവൻ ആ പട്ടിയുടെ പേരിലുള്ള സ്വത്ത് കൈക്കലാക്കാൻ. പട്ടിയെ തട്ടാനുള്ള കെണിക്ക് വേണ്ടിയിട്ടാണ് രാത്രി ഇത് ഒപ്പിച്ചു വെച്ചത്. രാവിലെ അഖില് പട്ടിയെയും കൂട്ടി ഐസിന്റെ മേലെ കൂടി നടന്നു. എന്നിട്ട് ഒരു ബോൾ എറിഞ്ഞു കൊടുത്തിട്ട് പട്ടിയോട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. പട്ടി ഓടിപ്പോയ പട്ടിയുടെ നേരെ കാലുകൊണ്ട് ചവിട്ടി ഐസിൽ വിള്ളലുണ്ടാക്കി. പട്ടി പോണ വഴിക്ക് ഐസ് പൊട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് അഖിലിന്റെ ബാക്കിൽ വേറൊരുത്തൻ ഐസ് പൊട്ടിച്ചത്. അവൻ അത് കണ്ടതുമില്ല. മണം പിടിച്ചറിഞ്ഞ പട്ടിച്ചാറ് ചാടി യൂട്ടൺ അടിച്ച് അഖിലിന്റെ അടുത്തേക്ക് ഓടി വന്ന് ചാടി അവിടെ നൊന്തുന്നു. പക്ഷെ പട്ടി വെള്ളത്തിൽ വീണു. ഐസിന്റെ ഉള്ളിൽ പെട്ടുപോയ പട്ടി അവിടെ കുടുങ്ങിപ്പോയി. ആ ചങ്ങായിക്ക് ആകെ വിഷമായിട്ട് ഐസ് തല്ലി കരഞ്ഞു. ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പട്ടി ഐസ് പൊട്ടിച്ച് ദേ നിൽക്കുന്നു. പട്ടി അവൻ നേരത്തെ എറിഞ്ഞു കൊടുത്ത ബോൾ കയ്യിൽ വെച്ചു കൊടുത്തു. പട്ടിക്കഥ കേട്ട നിങ്ങൾ പറ, ഞാനിതിൽ എത്ര വട്ടം പട്ടി എന്ന് പറഞ്ഞെന്ന്.